കൊടുക്കുന്നവനായിരുന്നു, സകാത്ത് കൊടുക്കുന്നവനായിരുന്നു, സദഖ കൊടുക്കുന്നവനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെക്കാളും ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെക്കാളും അല്ലാഹുവിനെ പേടിയുള്ള ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറയുമ്പോ ഒരു ഉദാഹരണം പറയുകയാണ്. ഫാത്തിമ ഒരു ഉദാഹരണം പറയുകയാണ്. റുബമായ യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ ثم يبكي حتى يصبح. രണ്ടുപേരും ഭർത്താവാണല്ലോ, ഭാര്യയും ഭർത്താവുമാണല്ലോ. ഒരിക്കൽ കിടപ്പറയിലിരുന്ന് തമാശ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫാത്തിമയുടെ നാവിൻ തുമ്പത്ത് നിന്ന് അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. ഫാത്തിമയുടെ നാവിൻ തുമ്പത്ത് നിന്ന് അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസ് കരയാൻ തുടങ്ങി. നരകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മഹ്ശർ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇരുന്ന് കരയുകയാ. നമ്മളൊക്കെ കരഞ്ഞ ഏത് വരെ കരയുമുമ്മ? നമ്മൾ കരഞ്ഞ 5 മിനിറ്റ് കൊണ്ട് കീറുന്ന കണ്ണീരല്ലേ? ഏതുവരെയാ കരഞ്ഞതെന്നറിയുമോ? ഹത്താ യുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, പടച്ചവനെ നിന്നെ കുറിച്ച് 40 പേര് മരിച്ചാൽ നല്ലത് പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ട് എങ്കിൽ പറയണ്ട 4 പേര് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറയുമ്പോ, മന്നഫിനാ അലൈഹി അർബഅതു ഖൈറാ വജബത ലഹുൽ ജന്ന. പറയണ്ട 4 പേര് പറഞ്ഞ സ്വർഗം വുജൂബ. അതിലൊന്നാരെന്നറിയോ? നിന്റെ കൂടെ കിടക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവൻക്കുള്ള പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് പ്രതിഫലം എന്തെന്നറിയുമോ? നിസ്കരിക്കുന്നവൻക്കൊരു സ്വർഗമാണ്, സകാത്ത് കൊടുക്കുന്നവൻക്കൊരു സ്വർഗമാണ്, കള്ള് കുടിക്കാതെ ജീവിക്കുന്നവനൊരു സ്വർഗമാണ്. എങ്കിൽ അല്ലാഹു 2 സ്വർഗം കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാ?